വേനൽക്കാല പച്ചക്കറി കൃഷിക്കുള്ള വിത്തുകൾ വിതരണം ചെയ്തു. കേരള കർഷക സംഘം ചെറുവായ്ക്കര യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിത്തുകൾ നൽകിയത്. സംയോജിത പച്ചക്കറി കൃഷി ക്യാമ്പയിനിന്റെ ഭാഗമായി യൂണിറ്റ് പരിധിയിൽ വേനൽക്കാല പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും ഗുണമേന്മയുള്ള വെള്ളരി, മത്തൻ, കുമ്പളൻ, കക്കരി, ചുരങ്ങ, വെണ്ട, പൊട്ടുവെള്ളരി, ചക്കരമത്തൻ എന്നീ പച്ചക്കറി തൈകളുടെ വിതരണവും തൈനടിയിലും നടന്നു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് ഉപാല ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ എല്ലാ മേഖലകളിലും കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ വേനൽക്കാല സുരക്ഷിത പച്ചക്കറി കൃഷി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ ഫെബ്രുവരി മാസത്തിൽ എല്ലാ ഇടങ്ങളിലും ഇതുപോലെയുള്ള ചെറുതും വലുതുമായ കൃഷിയിടങ്ങൾ ഒരുക്കി കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് കർഷക സംഘവും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിത്ത് മുതൽ വിപണനം വരെ, അതായത് വിത്തും തൈകളും കൊടുക്കുകയും മാത്രമല്ല ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ വഴി സംഭരിച്ച് കൃഷിക്കാരനെ സഹായിക്കുന്ന ഒരു വലിയ ക്യാമ്പയിനാണ് സംയോജിത പച്ചക്കറി കൃഷി ക്യാമ്പയിൻ. ആ ക്യാമ്പയിന് ചെറുവായ്ക്കര യൂണിറ്റിലെ തുടക്കമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ചെറുവായ്ക്കര യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ ഈ പച്ചക്കറി കൃഷിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ചടങ്ങിൽ കർഷക സംഘം വില്ലേജ് സെക്രട്ടറി എ അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംഘാടകരായ ധന്യ NV, ഗഫൂർ, എ ദേവരാജൻ, AV റാഫിന, CDS പ്രസിഡന്റ് ധന്യ, നിഖിൽ, AV നാരായണൻ, രമണി, U അനിത, U സരോജിനി, PT വിശ്വനാഥൻ, UK അപ്പു, ലളിത ചിറക്കൽ, സാജിദ, EV ഗോപി എന്നിവർ സംബന്ധിച്ചു. വിത്ത് മുതൽ വിപണനം വരെ കർഷകരെ സഹായിക്കുന്ന ക്യാമ്പയിനിലാണ് കർഷക സംഘം ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊന്നാനി. അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു. അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു. ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു. ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന്. അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.